ധർമ്മസ്ഥല കൊലപാതക പരമ്പര അന്വേഷണത്തിൽ SITക്ക് പോലീസ് സ്റ്റേഷൻ പദവി നൽകിയ ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കി. കേസിൽ നിയമക്കുരുക്ക് ഒഴിവാക്കാനാണ് ആഭ്യന്തര വകുപ്പിന്റെ നടപടി. അതേസമയം ധർമ്മസ്ഥലയിലെ മാധ്യമ വിലക്കിൽ ഇടപെട്ട് സുപ്രീം കോടതി. മാധ്യമങ്ങളെ വിലക്കിയ ഉത്തരവ് റദ്ദ് ചെയ്ത കർണാടക ഹൈക്കോടതിയുടെ വിധി സുപ്രീം കോടതി ശരിവെച്ചു. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചെയ്യുന്നുണ്ട്. ജോസഫ്, ആഭ്യന്തര വകുപ്പിന്റെ നടപടി ഉണ്ടായിരിക്കുന്നു, അതുപോലെ തന്നെ മാധ്യമ വിലക്കിനെതിരെ സുപ്രീം കോടതിയിൽ നിന്നും വിവരങ്ങൾ ലഭിക്കുന്നു. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ്? അതിര ധർമ്മസ്ഥലയിലെ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ അന്വേഷണം ആരംഭിച്ച SIT സംഘത്തിനാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ പദവി നൽകിക്കൊണ്ട് കർണാടക ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കിയിട്ടുള്ളത്. ഈ സ്റ്റേഷൻ അധികാര പരിധി നൽകുന്നത് മൂലം വരുന്ന നടപടിക്രമങ്ങളിലെ നിയമക്കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. പലവിധ കാര്യങ്ങളിൽ ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷന്റെ അനുമതി വേണം. കാരണം ഈ നടപടികൾ പൂർത്തിയാക്കുന്നതിന് പോലീസിന്റെ അനുമതി വേണം. അതുകൊണ്ട് തന്നെയാണ് ഈ പോലീസ് സ്റ്റേഷൻ പദവി SIT സംഘത്തിന് നൽകിയിട്ടുള്ളത്. ഈ കേസിന്റെ രഹസ്യാത്മക സ്വഭാവം മാനിച്ചാണ് ഇത്തരത്തിലൊരു നീക്കം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, നിയമക്കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ പ്രത്യേക പദവി കൊണ്ട് സാധിക്കുമെന്നും മനസ്സിലാക്കുന്നു. എന്തായാലും സുപ്രധാന നടപടിയാണ് ഈ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിയമപ്രശ്നങ്ങളിൽ ഇത്തരത്തിൽ നിയമക്കുരുക്കുകൾ ഇല്ലാതെ തന്നെ ഈ കേസ് അന്വേഷിക്കാൻ സാധിക്കും. ഇതിൽ ഏറ്റവും നിർണായകമായ മറ്റൊരു കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യം അന്വേഷണം ഏൽപ്പിച്ചിരുന്നത് ധർമ്മസ്ഥല പോലീസിനാണ്. പക്ഷെ ആ ഘട്ടത്തിൽ പ്രതികളെ സംരക്ഷിക്കുന്ന ശുചീകരണ തൊഴിലാളിയുടെ വാക്കിന് വില കൽപ്പിക്കാത്ത, അല്ലെങ്കിൽ പ്രത്യേകതരം ആളുകൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു സമീപനമായിരുന്നു ധർമ്മസ്ഥല പോലീസ് സ്വീകരിച്ചിരുന്നത്. പലവിധ സന്ദർഭങ്ങളിലും ഇത്തരത്തിൽ തെളിവുകൾ നശിപ്പിക്കുകയും ചെയ്തതായി ഗുരുതര ആരോപണമുണ്ട്. പരാതികളൊന്നും തന്നെ സ്വീകരിക്കാത്ത ധർമ്മസ്ഥല പോലീസിന്റെ നിലപാട് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കും ഇടയാക്കി. അത്തരത്തിൽ ഒരു അന്വേഷണവുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ പലവിധ രഹസ്യങ്ങളും ചോർന്നു പോകപ്പെടാമെന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ SIT സംഘത്തിന് ഒരു പ്രത്യേക പോലീസ് സ്റ്റേഷൻ പദവി നൽകിയിട്ടുള്ളത്. ഇത് ഈ കേസിന്റെ അന്വേഷണത്തെ കൂടുതൽ ബലപ്പെടുത്തുമെന്ന് തന്നെയാണ് അഭിഭാഷകർ, ഇരകളുടെ അഭിഭാഷകർ ഉൾപ്പെടെയുള്ള ആളുകൾ വ്യക്തമാക്കിയിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സുപ്രീം കോടതിയിൽ നിന്ന് പുറപ്പെടുവിച്ചിട്ടുള്ള ഒരു വിധിയുമായി ബന്ധപ്പെട്ടാണ്. ധർമ്മസ്ഥലയിലെ ദുരൂഹ മരണങ്ങളുമായി ബന്ധപ്പെട്ട് വാർത്തകൾ ചെയ്യുന്നതിനെതിരെ കർണാടകയിലെ ഒരു കീഴ്ക്കോടതിയിൽ നിന്ന് ധർമ്മസ്ഥലയിലെ പ്രധാനപ്പെട്ട ആളുകൾ ഉത്തരവ് സമ്പാദിച്ചിരുന്നു. ഈ ഉത്തരവ് ചോദ്യം ചെയ്ത് 318ഓളം മാധ്യമ പ്രവർത്തകർ ഹൈക്കോടതിയെ സമീപിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഈ ഹൈക്കോടതിയെ സമീപിച്ച സാഹചര്യത്തിൽ മാധ്യമ പ്രവർത്തകർക്ക് നേരെയുള്ള മാധ്യമ പ്രവർത്തനത്തിനുള്ള വിലക്ക് അത് ജനാധിപത്യരഹിതമാണെന്നും ജനാധിപത്യ രാജ്യത്തിൽ സ്വതന്ത്രമായി അഭിപ്രായ സ്വാതന്ത്ര്യം നടത്താനുള്ള അവകാശം, അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തനം നടത്താനുള്ള അവകാശം ഉണ്ടെന്നും ചൂണ്ടിക്കാണിച്ചുമായിരുന്നു ഹൈക്കോടതി, കർണാടക ഹൈക്കോടതി വിവാദമായ ഗാഗ് ഓർഡർ റദ്ദ് ചെയ്തത്. ഈ അപൂർവമായ സന്ദർഭങ്ങളിൽ മാത്രം ഉപയോഗിക്കാനുള്ളതാണ് ഗാഗ് ഓർഡർ എന്നാണ് ഹൈക്കോടതി വിലയിരുത്തിയത്. അത് സുപ്രീം കോടതിയുടെ ഡിവിഷണൽ ബെഞ്ച് ശരിവെക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. 318ഓളം മാധ്യമങ്ങൾക്കാണ് ഇത്തരത്തിൽ വിലക്ക് ഏർപ്പെടുത്തിയത്. ഈ വാർത്തകളുമായി ബന്ധപ്പെട്ട് ഇതിൽ 1000ഓളം അഭിഭാഷകർ കോടതിയിൽ നേരിട്ട് ഹാജരാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. മാധ്യമ പ്രവർത്തനത്തെ സൂപ്പർ ഇൻജങ്ഷൻ കൊണ്ട് തടയിടാമെന്ന് ആരും കരുതേണ്ട എന്ന ശക്തമായ താക്കീത് കൂടിയാണ് ഈ കീഴ്ക്കോടതിക്ക് സുപ്രീം കോടതി നൽകിയിട്ടുള്ളത്. എന്തായാലും ധർമ്മസ്ഥല ടെമ്പിൾ സെക്രട്ടറി ആയിട്ടുള്ള ഹർഷേന്ദ്ര D സമർപ്പിച്ച അല്ലെങ്കിൽ സമ്പാദിച്ച ഉത്തരവിനെതിരെയാണ് ഇപ്പോൾ സുപ്രീം കോടതി തന്നെ നിലപാട് ശക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും മാധ്യമ സ്വാതന്ത്ര്യത്തിന് വിലക്കേർപ്പെടുത്തുന്ന ഒരു പ്രത്യേകതരം പ്രതിഭാസം അത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കണ്ടതാണ്. അതിന് സുപ്രീം കോടതി ഇപ്പോൾ തടയിട്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്ന് രണ്ട് സുപ്രധാന കാര്യങ്ങളാണ് SITയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതായത്, കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയുടെ മുഴുവൻ റിപ്പോർട്ടും കേന്ദ്ര വകുപ്പിന് കൈമാറുന്നു. മാത്രവുമല്ല, ഇതുമായി ബന്ധപ്പെട്ട് വിദഗ്ധ പരിശോധനയ്ക്കായി അസ്ഥികളുടെ ഭാഗവും ഇന്ന് ബംഗളൂരുവിലേക്ക് അയക്കുകയാണ്. ലിംഗനിർണയം ഉൾപ്പെടെ മരണകാരണം ഉൾപ്പെടെയുള്ളവ കണ്ടെത്തുന്നതിനാണ് വിവിധ സ്പോട്ടുകളിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള ഈ അസ്ഥികൾ ബംഗളൂരുവിലേക്ക് വിദഗ്ധ പരിശോധനയ്ക്കായി അയക്കുന്നത്. ഇന്ന് 14ാമത്തെ സ്പോട്ട്, അതായത് സർപ്രൈസ് സ്പോട്ട് എന്ന് അടയാളപ്പെടുത്തിയത് SIT സംഘം 14ാമത്തെ സ്പോട്ടായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. 15ാമത്തെ സ്പോട്ട് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പരിശോധന ഇന്നലെ നടത്തിയിരുന്നത്. ഈ 15ാമത്തെ സ്പോട്ടിലെ പരിശോധന അവസാനിച്ചെന്ന് തന്നെയാണ് കരുതുന്നത്. ഇന്ന് 13ാമത്തെ സ്പോട്ടിൽ പരിശോധന നടത്തുമോ എന്നുള്ള കാര്യത്തിലും
അവ്യക്തതയുണ്ട്. 11:30 കൂടി തന്നെ ശുചീകരണ തൊഴിലാളിയുമായി SIT സംഘം എത്തിച്ചേരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 2 ആഴ്ചക്കാലം ഈ SITയുടെ അന്വേഷണം പിന്നിടുന്ന സാഹചര്യത്തിൽ നിരവധി അസ്ഥികൂടങ്ങളും തലയോട്ടിയുടെ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളുമാണ് കണ്ടെത്തിയത്. മാത്രവുമല്ല, ധർമ്മസ്ഥലയിലെ ദുരൂഹ മരണങ്ങൾ, കൊലപാതകങ്ങൾ, ആത്മഹത്യകൾ എന്നിവയുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ നിരവധി പരാതികളും ലഭിച്ചിട്ടുണ്ട്. ഇതെല്ലാം സൂക്ഷ്മമായ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ്. കൂടുതൽ സാക്ഷികൾ കൂടി രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് SITയുടെ അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെ ഉണ്ടായ ഏറ്റവും വലിയ നിർണായകമായിട്ടുള്ള നീക്കം. ഈ ഒരു അന്വേഷണത്തിനൊടുവിൽ പ്രതികൾ എത്ര പ്രബലരായാലും അവരെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ പങ്കുവയ്ക്കപ്പെടുന്നത്. എന്തായാലും മാധ്യമപ്രവർത്തകർക്കും നേരെയുള്ള സൂക്ഷിവലങ്ങ് ഇപ്പോൾ സുപ്രീം കോടതിയെ അഴിച്ചിരിക്കുന്നു. ഹൈക്കോടതിയുടെ വിധി ശരിവെച്ചുകൊണ്ടാണ് ഡിവിഷൻ ബെഞ്ചിന്റെ സുപ്രധാനമായിട്ടുള്ള നടപടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും ജോസഫ്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സർപ്രൈസ് സ്പോട്ടിലടക്കം പരിശോധന പൂർത്തിയാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള സർപ്രൈസ് സ്പോട്ടുകളൊക്കെ ഈ സ്വകാര്യ വ്യക്തികളുടെ എസ്റ്റേറ്റുകളിൽ തന്നെയാണോ ഉള്ളത്? സർപ്രൈസ് സ്പോട്ട്, അതായത് 11ാമത്തെ സ്പോട്ടിൽ പരിശോധന നടത്തുമ്പോഴായിരുന്നു ശുചീകരണ തൊഴിലാളി മറ്റൊരു സ്ഥലത്തേക്ക് ഈ ഉദ്യോഗസ്ഥരെ കൂട്ടിക്കൊണ്ടുപോയത്. ഈ 11A എന്ന് അടയാളപ്പെടുത്തിയ സ്പോട്ടാണ് പിന്നീട് 14 എന്ന് SIT സംഘം തിരിച്ച് ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ കോംപ്ലിക്കേഷൻ, അതായത് നിയമക്കുരുക്കുകൾ ഒഴിവാക്കുന്നതിനും ഈ അന്വേഷണം കുറച്ചും കൂടെ സുതാര്യമാക്കുന്നതിനും അതിന്റെ പ്രൊസീജിയേഴ്സ് കുറച്ചും കൂടെ സുതാര്യമാക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ സർപ്രൈസ് സ്പോട്ടിനെ 14ാമത്തെ സ്പോട്ട് എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ അടയാളപ്പെടുത്തിയിരുന്നത് ഇനിയും മാർക്ക് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഭാഗത്ത് കണ്ടുവച്ചിരുന്നു. അതായത് 2 ആഴ്ചകൾക്ക് മുമ്പ് ഈ സ്വകാര്യയുടെ വ്യക്തിയുടെ പറമ്പിലേക്ക് 2 സ്പോട്ടുകൾ ഈ ശുചീകരണ തൊഴിലാളി കാണിച്ചു നൽകിയിരുന്നു. പക്ഷെ അത് മാർക്ക് ചെയ്ത് രേഖപ്പെടുത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് തിരച്ചിലില്ല. മാത്രവുമല്ല, ഈ ഭാഗം കേന്ദ്രീകരിച്ച് പരിശോധന നടത്താൻ ഇതിനോടകം തന്നെ കോടതി അനുമതി നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ ഭാഗം മാർക്ക് ചെയ്ത് അടയാളപ്പെടുത്തിയിട്ടില്ല എന്നാണ് SIT സംഘം വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ സർപ്രൈസ് സ്പോട്ടിനെ പിന്നീട് 14ാമത്തെ സ്പോട്ടായി നാമകരണം ചെയ്യുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ഇന്നലെ കല്ലൂരി പെട്രോൾ പമ്പിന് സമീപത്തുള്ള വനമേഖലയിൽ ഇത്തരത്തിൽ തെളിവെടുപ്പ് നടത്തിയ സ്പോട്ടിനെ 15ാമത്തെ സ്പോട്ടായിട്ടും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ അടയാളപ്പെടുത്തിയ 2 സ്പോട്ടുകൾ ഇപ്പോൾ രേഖപ്പെടുത്താത്ത ഒരു സാഹചര്യമാണുള്ളത്. അതൊരു പക്ഷേ വരും ദിവസങ്ങളിൽ തന്നെ രേഖപ്പെടുത്തി തുടർ നടപടികൾ സ്വീകരിക്കും. എന്തായാലും ശുചീകരണ തൊഴിലാളി കാണിച്ചു നൽകിയതനുസരിച്ച് ഈ പ്രദേശത്ത് കുഴിച്ച് പരിശോധന നടത്തുന്നതിന് അനുമതി നൽകിയിട്ടുണ്ട്. ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ 30-ലധികം സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ട് എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അങ്ങനെ വനപ്രദേശത്തും പുഴയുടെ തീരത്തും സ്വകാര്യ വ്യക്തികളുടെ എസ്റ്റേറ്റിലുമാണ് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ മറവ് ചെയ്തിട്ടുള്ളത്. ഇവ പൂർണ്ണമായി കണ്ടെത്തുന്നത് വരെ മണ്ണ് കുഴിച്ചുള്ള പരിശോധന നടത്തും. ഈ തെളിവുകൾ പൂർണ്ണമായും കണ്ടെത്തുന്നതിന് വേണ്ടി ശുചീകരണ തൊഴിലാളിയുടെ പൂർണ്ണ സംതൃപ്തിക്ക് വേണ്ടി അത്തരത്തിൽ, അതായത് ഒരു സ്ഥലത്ത് പരിശോധന നടക്കുന്നുണ്ടെങ്കിൽ ആ ശുചീകരണ തൊഴിലാളി മതി, ഈ ഭാഗത്തിന് തിരച്ചിൽ നടത്തണ്ട എന്ന് പറയുന്നത് വരെ SIT സംഘം അവിടെ പരിശോധന നടത്തുമെന്ന് തന്നെയാണ് ഉറപ്പ് നൽകിയിട്ടുള്ളത്. അത്തരത്തിൽ തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇതിന്റെയൊക്കെ രാസപരിശോധനാ ഫലവും ഏറെ നിർണായകമാണ്. 6ാമത്തെ സ്പോട്ടിൽ നിന്നും സർപ്രൈസ് സ്പോട്ടായ 14-ൽ നിന്നുമാണ് ഇത്തരത്തിൽ നിരവധി അസ്ഥികളും അതുപോലെ തന്നെ അസ്ഥികളും തലയോട്ടിയുടെ ഭാഗങ്ങളും കണ്ടെത്തിയിട്ടുള്ളത്. ഇത് വിദഗ്ധമായ പരിശോധനയ്ക്ക് ഇപ്പോൾ അയച്ചിട്ടുണ്ട്. മരണകാരണം, ലിംഗനിർണ്ണയം ഉൾപ്പെടെയുള്ളവ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ പരിശോധന മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തായാലും മാധ്യമപ്രവർത്തകർക്ക് എതിരെയുള്ള വിലക്കിനെതിരെയും സുപ്രീം കോടതി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് വലിയ രീതിയിൽ സ്വാഗതം ചെയ്യുകയാണ്. ഇത്തരത്തിൽ സമരസമിതി പ്രവർത്തകരും SIT സംഘവും ഇതുമായി ബന്ധപ്പെട്ട് ഈ കോടതിയുടെ നടപടി അത് സ്വാഗതം ചെയ്തിട്ടുണ്ട്. ശരി ജോസഫ്, ധർമ്മസ്ഥല കൊലപാതക പരമ്പര അന്വേഷണത്തിൽ SITക്ക് പോലീസ് സ്റ്റേഷൻ പദവി നൽകിയ ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കി. കേസിൽ നിയമക്കുരുക്ക് ഒഴിവാക്കാനാണ് ആഭ്യന്തര വകുപ്പിന്റെ നടപടി. അതേസമയം ധർമ്മസ്ഥലയിലെ മാധ്യമ വിലക്കിൽ ഇടപെട്ട് സുപ്രീം കോടതി. മാധ്യമങ്ങളെ വിലക്കിയ ഉത്തരവ് റദ്ദു ചെയ്ത കർണാടക ഹൈക്കോടതിയുടെ വിധി സുപ്രീം കോടതി ശരിവെച്ചു.